Section 1.6 One-sided limits and continuity. First we will see what is one-sided limits. We have a definition. If f of x approaches L as x tends towards C from the left, that is x less than C, we write limit x tending to C minus f of x equal to L. Likewise, if f of x approaches M, some number capital M, as x tends towards C from the right, that is C less than x, then we write limit x tending to C plus f of x equal to M. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റിന്റെ ഡെഫിനേഷൻ പഠിച്ചിരുന്നു. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ ആവുന്നത് എപ്പോഴാണ്? ദാറ്റ് ഈസ് വെൻ സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ് സി, എക്സ് ടെൻസ് ടു സി ഫ്രം ലെഫ്റ്റ് സൈഡ് ആൻഡ് എക്സ് ടെൻസ് ടു സി ഫ്രം റൈറ്റ് സൈഡ്. ഈ രണ്ട് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യുന്ന സമയത്തും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണ് ആസ് എക്സ് ടെൻഡിങ് ടു സി. അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ സി. ഇവിടെയൊക്കെ എക്സ് ലെസ് ദാൻ സി അല്ല, ഇതാണ് സി എന്ന് പറയുന്ന നമ്പർ അല്ലെ, ഇതാണ് സി എന്ന് പറയുന്ന നമ്പർ. ഈ പോയിന്റ് ഒക്കെ എടുത്ത് എന്താണ് എക്സ് ലെസ് ദാൻ സി ആണ്. റൈറ്റ് സൈഡിലോ സിനേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് എക്സ്, സോ ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ സി. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ലെസ് ദാൻ സി എന്നും സി ലെസ് ദാൻ എക്സ് എന്നും തന്നിരിക്കണം. We write limit x tending to c minus f of x equal to some number L. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് സിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്കാണ് ടെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഈ ഫോമിലാണ് എഴുതുക. റൈറ്റ് സൈഡിൽ നിന്ന് സിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എൽ തന്നെ ആണെങ്കിലാണ് നമുക്ക് ഇത് കിട്ടുക. എൽ അല്ല, ഇഫ് ഇറ്റ് ഈസ് സം നമ്പർ എം, then we write this as m. This one is called left hand limit and this is right hand limit. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു എക്സാമ്പിളിന്റെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ സിയിലേക്ക് ഏത് പോയിന്റിലാണോ ലിമിറ്റ് കാണുന്നത് ആ പോയിന്റിലേക്ക് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സ് റൈറ്റ് സൈഡിൽ നിന്ന് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ. ഇനി രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എൽ ഈക്വൽ ടു എം, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ പറയും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ വെൻ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അപ്പോൾ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നില്ല. 2 എന്ന് പറയുന്ന നമ്പർ വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ് ടു 2 എന്ന് പറയുന്ന ഏരിയ വരെ അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഗ്രാഫ് ലൈൻ ആണ്, 2x പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഫിഗർ വരയ്ക്കുന്നില്ല. നമ്മളിത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസിൽ എഫ് ഓഫ് എക്സ് എന്താണെന്നും ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 പ്ലസിൽ എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ വെൻ എക്സ് ഈസ് ലെസ് ദാൻ 2. എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, ഇതാണ് ഡൊമൈൻ തന്നിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ 2 വരെ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എക്സ് 2ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കേസിൽ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു പോളിനോമിയൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് വരാൻ നമ്പർ കൊടുത്താൽ മതി. സോ ദിസ് വിൽ ബി 1 മൈനസ് 2 സ്ക്വയർ, that is 1 minus 4, that is equal to minus 3. So left hand limit of f of x at x equal to 2 is minus 3. Similarly right hand limit കാണാം. അപ്പോൾ അവിടുത്തെ വാല്യൂ f of x എന്ന് പറയുന്നത് 2x plus 1 ആണ് when x is greater than or equal to 2. Again limit x tending to 2 plus f of x is equal to limit x tending to
2 plus f of x എന്ന് പറയുന്നത് 2x plus 1 ആണ് അല്ലെ. x greater than 2 ലേക്ക് എന്താണ് f of x ന്റെ വാല്യൂ 2x plus 1 ആണ്. So this is 2x plus 1. Again it is a polynomial function. അപ്പോൾ p of x ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് p of c ആണ് as extending to c. So this will be 2 into 2 plus 1, that is 4 plus 1, that is 5. So here left hand limit is minus 3 and right hand limit is 5. Okay, so this one is minus 3 and this one is 5. അപ്പോൾ ഈ കേസിൽ ഫംഗ്ഷന് extending to 2 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 f of x does not exist. എന്താ കാരണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ രണ്ടും വേറെ വാല്യൂസ് ആണ്. L equal to m എന്ന ഫോമിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. One more example, find limit of x minus 2 by x minus 4 as x approaches 4 from left hand and from right. ലെഫ്റ്റിൽ നോക്കാം, that is limit x tending to 4 minus f of x, that is limit x tending to 4 minus x minus 2 by x minus 4. So this is the point x equal to 4. x left hand side എന്നാണ് വരുന്നത്, അതായത് x ന്റെ വാല്യൂ 3.5, 3.6 എക്സെട്ര 3.9 ഒക്കെയാണ്. അപ്പോൾ 3.9 ഒക്കെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3.9 മൈനസ് 2 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3.9 മൈനസ് 4, ദാറ്റ് ഈസ് മൈനസ് 0 പോയിന്റ് സംതിങ് ആണ്, മൈനസ് 0.01 ഈ ഫോമിലാണ്. സോ വെൻ എക്സ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദിസ് നമ്പർ 4 ഫ്രം ലെഫ്റ്റ് സൈഡ്, ഈ നമ്പർ ഏത് ഫോമിലാ വരിക? എ പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ minus 0.000 something അല്ലെ, ഇങ്ങനെ ഒരു നമ്പർ ഫോമിലായിരിക്കും വരിക when x getting closer and closer to 4. so this is just like 1/0 form, infinity ഫോമിലാ വരിക. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് minus 1/0 എന്ന് വിളിക്കാം അല്ലെ. ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, this is negative by 0.000 something like that. so this is of the form minus 1/0 or minus infinity. so this has value minus infinity or this tends to minus infinity. നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വാല്യൂസ് കുറച്ച് പ്ലോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളൊക്കെ ചെയ്താണ്, ടേബിളൊക്കെ ആയിട്ട് എഴുതിയിട്ട്. സിമിലർലി വാട്ട് ഹാപ്പൻസ് വെൻ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ്, എക്സ് 4 പ്ലസിലേക്ക് വരുന്ന സമയത്ത്, അതായത് വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഫോമിലാണ് വരുന്നത് 4.5, 4.2, 4.1, 4.001 എക്സെട്ര. അപ്പൊ ഈ വാല്യൂസിന് എന്ത് സംഭവിക്കാൻ? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4 പോയിന്റ് സംതിങ് മൈനസ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അഗൈൻ 4 പോയിന്റ് സംതിങ് മൈനസ് 4 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ബട്ട് ആസ് ദിസ് എക്സ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 0, ദിസ് വിൽ ബി ഓഫ് ദി ഫോം 0.000 സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഫോമിലാണ് വരിക. സോ ദാറ്റ് ഈസ് 1/0 ഫോം. സോ ദിസ് ഈസ് ഇൻഫിനിറ്റി. സോ ഇൻ ദിസ് കേസ് എഫ് ഓഫ് എക്സ് here decreases to minus infinity and here f of x increases without bound to infinity. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ഇൻ ദിസ് കേസ് ഓൾസോ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 f of x does not exist. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം, എക്സിസ്റ്റൻസ് ഓഫ് എ ലിമിറ്റ്. The two-sided limit x tending to c f of x exists if and only if the two one-sided limits, that is limit x tending to c minus f of x and limit x tending to c plus f of x, both exist, രണ്ടാളും exist ചെയ്യണം and should be equal. Then we say that limit x tending to c f of x equal to any one of them. Any one of them എന്ന് പറഞ്ഞാൽ രണ്ടാളും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കേസിൽ ഈ ഫംഗ്ഷനും ലിമിറ്റ് ഇല്ല, ഈ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ല. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു, പക്ഷെ ഇവര് രണ്ടും ഈക്വൽ ആയിരുന്നില്ല. ഒരാൾ -3ഉം ഒരാൾ 5ഉം ആയിരുന്നു. സോ ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് എ ലിമിറ്റ്. Now we can do one problem. Determine whether limit x tending to 1 f of x exists. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. Where f of x is given as x plus 1 when x less than 1 and this is x minus x square plus 4x minus 1 when x greater than or equal to 1. അപ്പോൾ x equal to 1 എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെയാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആവുന്നത്. ഇതുവരെ ഇയാളുടെ വാല്യൂ x plus 1 ആണ്. ഇതിന് ശേഷം ഇയാളുടെ വാല്യൂ -x² + 4x - 1 ആണ്. ലിമിറ്റ്
എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സിന് 1ൽ ലിമിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, വൺ സൈഡഡ് ലിമിറ്റ്സ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരിക നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ, ഇവിടെ നമ്മൾ 1 മൈനസിലേക്കാണ് പോകുന്നത് അല്ലെ. 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ടെൻഡിങ് ടുവേർഡ്സ് 1 ഫ്രം ലെഫ്റ്റ് സൈഡ്, അതായത് എക്സ് വാല്യൂ ലെസ് ദാൻ 1 ആണ് അല്ലെ. 0.9 0.999 എക്സെട്ര ആൻഡ് ഇറ്റ് ടെൻഡിങ് ടു 1. സോ ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ അഗൈൻ ഇറ്റ്സ് എ പോളിനോമിയൽ. എന്ത് ചെയ്താൽ മതി, വെറുതെ 1 കൊടുത്താൽ മതി എക്സിന്. സോ ദിസ് ഈസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് 2. Now what about right hand limit? Limit extending to 1 plus f of x. 1 plus എന്ന് പറയുമ്പോൾ 1ന്റെ ഇപ്പുറത്താണ് x, that is 1 less than x ആണ്, that is c less than x ഫോമിലുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ x greater than or equal to 1ൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 1 ആണ്. Again it is a polynomial function. 1 substitute ചെയ്താൽ മതി. So this is minus 1 square plus 4 into 1 minus 1. So that is minus 1 square എന്ന് പറയുന്നത് 1 തന്നെയാണ്. So this is minus 1 plus 4 minus 1, that is 4 minus 2, that is 2. That is right hand limit is also 2. So we have this result, limit x tending to 1 minus f of x is equal to limit x tending to 1 plus f of x, that is equal to 2. So we call that number 2 as limit x tending to 2 f of x. So the given function has a limit at the point x equal to 1, or we say that limit x tending to 1 f of x exists and that is equal to 2. Now one example, you see the figures a, b, c are given. In first figure le function x equal to c വരെ ഫംഗ്ഷൻ ഈ പിങ്ക് കളേർഡ് ലൈൻ ആണ്, ഇതാണ് ഫംഗ്ഷൻ, ദിസ് ഈസ് ദി ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ സി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ വാട്ട് ഹാപ്പൻസ് ആസ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, സിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടതാണ് ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുക. സോ അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലെ. സോ ആസ് എക്സ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു സി ഫ്രം ലെഫ്റ്റ് സൈഡ്, ദിസ് ഈസ് ദി value of the limit. And what happens when x tending to c from right side എന്ന് ടെൻഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ഒക്കെയാണ്. സോ somewhere here and getting closer to this, and as getting this closer to c ഈ വാല്യൂ ആണ് കിട്ടുക. So this is the left hand limit, I am calling it as L1, and this is the right hand limit L2. അവർ തമ്മിൽ എന്തല്ല, ഈക്വൽ അല്ല, ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആസ് എക്സ്റ്റെൻഡിങ് ടു സിയിൽ ഇതായിരിക്കും ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഫൈനൈറ്റ് ആണ്, ഈ വാല്യൂ ആണ്. പക്ഷെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ സംഭവിക്കുന്നത്, ആസ് എക്സ്റ്റെൻഡിങ് ടു സിയിൽ ഇതെന്താ സംഭവിക്കുന്നത്, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ് അല്ലെ. This is going towards infinity as extending to c from f of x. So limit extending to c plus f of x is plus infinity. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഈ ഫിഗർ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കേസൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. Now we are going to discuss continuity. So we have a definition. Continuity: a function f is continuous at c if all three of these conditions are satisfied. ഒരു ഫംഗ്ഷൻ f continuous at the point c എന്ന് പറയണമെങ്കിൽ, f continuous at c എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, f of c ഡിഫൈൻഡ് ആയിരിക്കണം, അതായത് f എവിടെയാണോ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ പോയിന്റിൽ f of c ക്ക് വാല്യൂ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ആ പോയിന്റിൽ എഫ് ഓഫ് എക്സിന് ലിമിറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണോ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ലിമിറ്റ് തന്നെ ആയിരിക്കണം എഫ് ഓഫ് സി, അതായത് ഇതും ഇതും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. If f of x is not continuous at c, it is said to have a discontinuity at the. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ഫോർ എക്സാമ്പിൾ, if you
draw a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു വരിക. This is the point C, x equal to C. So ഇങ്ങനെയാണ് ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, സോ അറ്റ് ദ പോയിന്റ് x equal to C ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇയാൾക്ക് എന്താവാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് ബി കണ്ടിന്യൂസ് അറ്റ് x equal to C. ഇനി അറ്റ് ദ പോയിന്റ് സിയിൽ ഞാൻ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു വിചാരിക്കുക. ഓക്കെ, അപ്പോ എഫ് ഓഫ് സി ഡിഫൈൻഡ് ആണ്. ദിസ് വൺ ഈസ് ട്രൂ. എഫ് ഓഫ് സി ഇസ് ഡിഫൈൻഡ്. ഈ വാല്യൂ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സപ്പോസ് ദിസ് ഈസ് 5. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ വരിക 4, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും വരിക. സോ ഇവിടെ എന്തല്ല, ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണില്ല. സോ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദേ ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ആ പോയിന്റില് ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി ഇങ്ങനെ ആലോചിക്കണില്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് എൻഡ് പോയിന്റ് മുതൽ റൈറ്റ് എൻഡ് പോയിന്റ് വരെ നമുക്ക് കൈയെടുക്കാണ്ട് ഫംഗ്ഷൻ വരയ്ക്കാൻ പറ്റണം. സോ ഈ ഗ്രാഫുകളെല്ലാം കണ്ടിന്യൂസ് ആണ്. ഈ ഗ്രാഫ് ഒന്നും എന്തല്ല, കണ്ടിന്യൂസ് അല്ല. സോ ലുക്കിംഗ് ഇൻ ടു ദീസ് എക്സാമ്പിൾസ്, ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ കണ്ടിന്യൂസ് അല്ല. ഇവിടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് അല്ല. ഇവിടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് അല്ല. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊന്നും നിങ്ങൾക്ക് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റില്ല അല്ലെ. ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ വരച്ച് ഇവിടെ വന്ന് പിന്നെ കൈയെടുത്ത് ജമ്പ് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെയാണ്, ഇവിടെ അതേപോലെയാണ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. Now we have a continuity of polynomials and rational functions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് സി ആണെന്നും ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി ആണെന്നും ഇഫ് ക്യൂ ഓഫ് സി നോട്ട് ഈക്വൽ ടു 0. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. കാരണം ഇവിടെ പി ഓഫ് സി ഡിഫൈൻഡ് ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ട്രൂ. പി ഓഫ് സി, ഇവിടെ എഫിന് പകരം പി ആ തന്നിരിക്കുന്നത്, പി ഓഫ് സി ഈസ് ഡിഫൈൻഡ്. രണ്ടാമത്തെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പി ഓഫ് എക്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റി, പി ഓഫ് സി. സോ ലിമിറ്റ് ഓൾസോ എക്സിസ്റ്റ് ആൻഡ് ദിസ് ലിമിറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി പി ഓഫ് എക്സ് ഈസ് നത്തിങ് ബട്ട് പി ഓഫ് സി. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം, എഫ് ഓഫ് സി ആയിരിക്കണം. So from this equation itself, it is clear that a polynomial function is always continuous, and from this one, it is also clear that a rational function is also continuous wherever it is defined. Q of c not equal to 0 ൽ മാത്രമാണ് ഇതിന് പ്രശ്നമുള്ളൂ, ഇത് ഈക്വൽ അല്ലാത്തത്, ഡിഫൈൻഡ് അല്ലാത്തത്. Q of c 0 അല്ലാത്ത പോയിന്റുകൾ, ഡിനോമിനേറ്റർ 0 അല്ലാത്ത പോയിന്റ് വരികയാണെങ്കിൽ P of x by Q of x എന്ന് പറയുന്ന ഫംഗ്ഷനും അതായത് റാഷണൽ ഫംഗ്ഷനും എന്താണ്, continuous ആണ്. Example, show that the polynomial function p of x equal to 3x cube minus x plus 5 is continuous at the point x equal to 1. So x equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ആദ്യം p of 1 defined ആണോ നോക്കാം. What is p of 1? p of 1 is x ന് 1 കൊടുത്താൽ മതി. So this will give you 3 into 1 cube minus 1 plus 5. That is 3 minus 1 plus 5. That will give you 3 minus 1 is 2 plus 5, that is 7. So first condition of continuity is satisfied, that is p of c is defined. p of c ക്ക് ഒരു വാല്യൂ കിട്ടി, ശരിയല്ലേ? ഇനി അടുത്ത എന്താണ്, ലിമിറ്റ് x ടെൻഡിങ് ടു 1 p of x എക്സിസ്റ്റ് ചെയ്യോ നോക്കാം. എക്സിസ്റ്റ് ചെയ്യും, കാരണം എന്താ, ലിമിറ്റ് x ടെൻഡിങ് ടു 1 p of x കാണാൻ എന്ത് ചെയ്താൽ മതി, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, x ന് 1 കൊടുത്താൽ മതി. സോ ദിസ് ഈസ് x in 3 into 1 cube minus 1 plus 5, that is again 7. So the limit also exists, limit x tending to c p of x exist. അതും 7 ആണ്, p of c യും 7 ആണ്. So we can write this as limit x tending to 1 p of x equal to p of c. That means third one is also satisfied. So this function is continuous at x equal to 1. ഈ ഫംഗ്ഷൻ continuous at x equal to 1 മാത്രമായിരിക്കില്ല,
ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദി ഡൊമൈൻ. നിങ്ങൾ ഏത് എക്സ് വേണമെങ്കിൽ എടുത്ത് ചെക്ക് ചെയ്തോളൂ. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ദിസ് ആസ് 10 or 100 or 2, 3 any number. ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കും. Now one more example. Show that the rational function f of x equal to x plus 1 by x minus 2 is continuous at x equal to 3. അപ്പോൾ നമ്മൾ നേരത്തെ റാഷണൽ ഫംഗ്ഷന്റെ കേസ് പറഞ്ഞപ്പോൾ ഡിഫൈൻഡ് ആവുന്ന സ്ഥലത്തൊക്കെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ഈക്വൽ ടു 3 എന്നാണ് പോയിന്റ് തന്നിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് 3 ഡിഫൈൻഡ് ആണോ നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് 3? ദാറ്റ് ഈസ് 3 plus 1 by 3 minus 2. 3 plus 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 minus 2 is 1. So this is 4. അപ്പോൾ ഒരു വാല്യൂ ഉണ്ട്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഡൺ. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈസ് ഡിഫൈൻഡ്. ഇനി രണ്ടാമത്തെ കാര്യം ലിമിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് that is equal to limit x tending to 3 x plus 1 by x minus 2. Limit x tending to 3 denominator x minus 2 and the value vary 3 minus 2 that is 1 not equal to 0. So denominator the limit 0 alla. Appo namukku idine engane cheyyam? This can be written as limit x tending to 3 x plus 1 divided by limit x tending to 3 x minus 2 that is equal to x ന് 3 കൊടുത്താൽ 3 plus 1 4 by 3 minus 1 sorry 3 minus 2 that is 1. So this is 4. So limit exists. Second condition കിട്ടി and that limit value is equal to the function value. So limit x tending to 3 f of x is same as f of 3. So third one is also verified. So function is continuous at the point x equal to 3. Now we can do some more examples regarding continuity. Discuss the continuity of each of the following function. ഇവിടെ f of x ഫസ്റ്റ് ഫംഗ്ഷൻ 1 by x ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡൊമൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡൊമൈൻ നമ്മൾ എഴുതണം. f of x ഡിഫൈൻഡ് ആവാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ സ്ഥലം എന്ന് പറയുന്നത് r മൈനസ് സെറ്റ് 0. അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നതാണ്. റിയൽ നമ്പേഴ്സിൽ മൊത്തം ഡിഫൈൻഡ് അല്ല, 0 ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഏത് നമ്പർ നിങ്ങൾ കൊടുത്താലും അയാളുടെ 1 by x കണ്ടുപിടിച്ച് തരും പ്രൊവൈഡഡ് x ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് r മൈനസ് 0 ആണ്. അപ്പൊ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ഇഫ് യു ടേക്ക് s as c അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ദാറ്റ് ഈസ് f of c ഹാസ് എ വാല്യൂ 1 by c. ലിമിറ്റ് കാണുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് 1 by c ആയിട്ട് കിട്ടിക്കോളും. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ആ രണ്ട് വാല്യൂ ഈക്വൽ ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ എക്സ് നോട്ട് ഈക്വൽ ടു 0ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 by എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു -1 ഡിഫൈൻഡ് അല്ല. എക്സ് ഈക്വൽ ടു -1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് വാല്യൂ ഇല്ല അല്ലെ, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ജി ഓഫ് സി ഈസ് ഡിഫൈൻഡ് ഫോർ എവറി എക്സ് അല്ലെങ്കിൽ ഫോർ എവറി സി നോട്ട് ഈക്വൽ ടു -1. സി -1 ഒഴികെ ബാക്കി എല്ലാ വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. ആൻഡ് ലിമിറ്റോ, ലിമിറ്റ് ഇതിന്റെ റാഷണൽ ഫംഗ്ഷൻ ആണ്. ലിമിറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു സി ദിസ് എക്സ് സ്ക്വയർ -1നെ എക്സ് -1 into എക്സ് പ്ലസ് 1 എഴുതാം ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. സോ ഇത് ക്യാൻസൽ ആവും. സോ ആസ് എക്സ് ടെൻഡിങ് ടു സി ദിസ് വിൽ ബി സി -1. അപ്പൊ ഏത് സിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് വിൽ ബി ജി ഓഫ് സി? ജി ഓഫ് സി എന്തായിരിക്കും? ജി ഓഫ് സി എന്ന് പറയുന്നത് സി സ്ക്വയർ -1 by സി പ്ലസ് 1 ആണ്. പ്രൊവൈഡഡ് സി നോട്ട് ഈക്വൽ ടു -1. -1 കൊടുക്കാൻ നമുക്ക് പറ്റില്ല. സോ സി സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ എന്താ വരിക? സി -1 into സി പ്ലസ് 1 by സി പ്ലസ് 1. സോ സി -1 തന്നെയാണ്. സോ ദീസ് ടു ആർ ഈക്വൽ. ഇങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണ പോയിന്റുകളിലെല്ലാം റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു -1 മാത്രമാണ് ഡിഫൈൻഡ് അല്ലാത്തത്. എക്സ് ഈക്വൽ ടു -1 ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു -1.
ആൻഡ് തേർഡ് വൺ യു ക്യാൻ വെരിഫൈ. രണ്ടും സ്ട്രൈറ്റ് ലൈൻ ആണ്, വരച്ചു നോക്കുക. ഇനി ഇതിന്റെ മൂന്നിന്റെയും ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് 1/x. x ഈക്വൽ ടു 0 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇൻഫിനിറ്റിയിലേക്ക് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണു, ഇത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ x² - 1/x + 1 ഗ്രാഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ -1 മാത്രം ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ആൻഡ് തേർഡ് വൺ നിങ്ങൾ ചെയ്ത് നോക്കുക, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇവിടെയും കണ്ടിന്യൂസ് അല്ല x ഈക്വൽ ടു 1. Now one problem. For what value of the constant a is the following function is continuous for all real x? This is an important problem. ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണത് എക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കാര്യങ്ങൾ വേണം. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കണം, ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂം ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതായത് ax + 5 എന്ന് പറയുന്നതും പോളിനോമിയൽ ആണ് when x less than 1, and this x² - 3x + 4 എന്ന് പറയുന്നതും പോളിനോമിയൽ ആണ് when x greater than or equal to 1. അപ്പൊ ഈ ഫംഗ്ഷൻ x less than 1 വരെയും ഇപ്പൊ x less than 1 വരെ മാത്രം എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ആണ്. എങ്ങനെ വരാന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഇങ്ങനെയാണ് വിചാരിക്കുക. And similarly, after x equal to 1 also the function is a polynomial function, then it is continuous. Like, പക്ഷെ x equal to 1 കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് ഫിഗർ ഇങ്ങനെ എവിടെയാണ് അവസാനിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യോ നോക്കണം. അല്ലാണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ we say that this is not continuous. Okay, അപ്പൊ x equal to 1 മാത്രം നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് വേണം? ലിമിറ്റ് x ടെൻഡിങ് ടു 1 f of x ഷുഡ് ബി ഈക്വൽ ടു f of 1. ഓക്കെ, f of x ന്റെ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് 1 തന്നെ ആയിരിക്കണം. f of 1 മാത്രമല്ല കേട്ടോ, എല്ലാ പോയിന്റിനും ഇത് ട്രൂ ആണ്. ബിക്കോസ് ഇറ്റ്സ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. 1 വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ മാറുന്നത്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ മാറുന്നത് 1 അതുകൊണ്ടാണ് നമ്മൾ 1 ചെക്ക് ചെയ്യണത്. ലിമിറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് x tending to 1 minus f of x, that is limit x tending to 1 minus f of x അവിടെ ax plus 5 ആണ്. പോളിനോമിയൽ ആയതുകൊണ്ട് x ന് 1 കൊടുത്താൽ മതി. So this will give you a plus 5. So this is the left hand limit. Similarly, limit x tending to 1 plus f of x will be limit x tending to 1 plus our definition x² minus 3x plus 4 ആണ്. So this will give you 1² minus 3 into 1 plus 4, that is 1 minus 3 plus 4, that is 5 minus 3, it is 2. അപ്പോൾ ലിമിറ്റ് ഈക്വൽ ആയിരിക്കണം കണ്ടിന്യൂസ് ആവണമെങ്കിൽ. ലിമിറ്റ് x tending to 1 minus f of x തന്നെ ആയിരിക്കണം ലിമിറ്റ് x tending to 1 plus f of x. So this implies what? a plus 5 അല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2. So from 1 and 2 we have this a plus 5 equal to 2, which implies a equal to 2 minus 5, that is minus 3. So a യുടെ വാല്യൂ -3 ആണെങ്കിൽ മാത്രമാണ് ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് at the point x equal to 1. So this function is continuous if and only if a equal to -3. അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. Now we have continuity on an interval. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂറ്റി ഒരു പോയിന്റിൽ ചെക്ക് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു പോയിന്റ് x equal to c തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒരു ഇന്റർവെല്ലിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ f of x is said to be continuous on an open interval a less than x less than b. അതായത് ഇങ്ങനെ ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ട് a less than x less than b എന്ന് പറഞ്ഞെങ്കിൽ this is the open interval ab. ഇങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഇന്റർവെല്ലിലാണ് f of x കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. If it is continuous at each point x equal to c in that interval. നമുക്കറിയാം ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ നോക്കാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഇന്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ഈ ഇന്റർവെലിനകത്തെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ എല്ലാം ഫംഗ്ഷൻ എന്തായിരിക്കണം?
കണ്ടിന്യൂസ് ആയിരിക്കണം. Then we say that f is continuous on the open interval ab. Similarly, function closed interval ab യിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് എ ബിയുടെ അകത്തെ പോയിന്റിലും വരണം, പ്ലസ് എയിലെ പോയിന്റിലും വരണം, പ്ലസ് ബിയിലെ പോയിന്റിലും വരണം. അപ്പൊ എയുടെ പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രമേ കാണാൻ പറ്റൂ. എക്സ് എയിലേക്ക് ടെൻഡിങ് ചെയ്യണത് റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമേ പോസിബിൾ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറ്റില്ല. കാരണം ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കുന്നത് ഈ എ ബിയിൽ മാത്രമാണ്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ മാത്രമാണ്. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോസിബിൾ അല്ല. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ കിട്ടിയാൽ മതി. ആൻഡ് ബിയുടെ കേസ് ആകുമ്പോഴോ ലെഫ്റ്റ് ലിമിറ്റ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. എക്സ് can tend to be from left side only. ഇവിടെ ഒന്നും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ മാത്രം ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അവിടുത്തെ ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം എന്ത്, എഫ് ഓഫ് ബി. അപ്പൊ അത്രയാണ് അതിൽ വ്യത്യാസമുള്ളൂ. Now we can check this problem. Discuss the continuity of the function f of x equal to x plus 2 by x minus 3 on the open interval minus 2, 3. Open interval minus 2, 3 ആണ് തന്നിരിക്കുന്നത്. And also on the closed interval minus 2, 3. ഈ പ്രോബ്ലം ചെയ്താൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് വെർ ദ ഡിനോമിനേറ്റർ ഈസ് 0. അപ്പൊ എഫ് ഓഫ് എക്സ് എല്ലായിടത്തും ഡിഫൈൻഡ് ആണോ? അല്ല. This is not defined at x equal to 3. x equal to 3 ൽ ഇയാളുടെ ഡിനോമിനേറ്റർ എന്താ വരിക? 0 ആണ് വരിക. So this function can be defined as f of x equal to x plus 2 by x minus 3 where x not equal to 3. 3 ഒഴികെയുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. f of x is continuous everywhere except at x equal to 3. 3 ഒഴികെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇതാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെയും കണ്ടിന്യൂസ് ആണ്, 3 മുതൽ ഇൻഫിനിറ്റി വരെയും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ആദ്യം എന്താ? -2 to 3 കണ്ടിന്യൂസ് ആണോ? ഉറപ്പായിട്ടും ആണ്. കാരണം -2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ദിസ് ഈസ് -2 ആൻഡ് ദിസ് ഈസ് 3. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ -2, 3 എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ -2, 3. But what about the continuity at the point 3? അടുത്ത ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് ഇന്റർവെൽ -2, 3 ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ -2 ക്ലോസ്ഡ് -2 കണ്ടിന്യൂസ് ആണ്. പക്ഷെ ക്ലോസ്ഡ് 3 ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. x equal to 3 ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. So function is not continuous at this interval. That is, function is continuous on the given open interval, but the function is not continuous on the given closed interval. അപ്പോൾ അതാണ് വ്യത്യാസം. Now last topic of this section, that is the intermediate value property. Intermediate value property എന്താ പറയുന്നത് നോക്കാം. If f of x is continuous on the interval a less than or equal to x less than or equal to b. ഇവിടെ നമുക്ക് എഴുതാം f of x continuous ആണ്. എവിടെ? ക്ലോസ്ഡ് ഇന്റർവെൽ a b യിൽ. And L is a number between f of a and f of b. L എന്ന് പറയുന്നത് f of a ക്കും f of b ക്കും ഇടയിലുള്ള ഒരു നമ്പർ ആണ്. So L is a number between f of a and f of b. Then f of c equal to L for some number c between a and b. അങ്ങനെയാണെങ്കിൽ we can find a number c between a and b such that f of c ആയിരിക്കും എന്ത്? L എന്ന് പറയുന്ന നമ്പർ. In other words, a continuous function attains all values between any two of its values. അപ്പൊ ഇത് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട, ഈ ഫിഗർ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. So this is the graph of a continuous function. f of x continuous ആണെന്ന് പറഞ്ഞിട്ടുണ്ട് on closed interval a b. ഇതാണ് നമ്മുടെ a എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് b. അപ്പൊ നിങ്ങൾ a to b മാത്രം ഫംഗ്ഷൻ ആലോചിക്കുക. ഇതാണ് ഫംഗ്ഷൻ അല്ലെ, ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഫംഗ്ഷൻ. a to b യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കൈ എടുക്കാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്.
ഇനി പറയുന്നത് എൽ ഈസ് എ പോയിന്റ് ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഏതാ? ഇത് എ ആണെങ്കിൽ ഈ പോയിന്റ് ആണ് എന്ത്? എ എഫ് ഓഫ് എ. അപ്പൊ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. സോ ദിസ് ഈസ് ദി പോയിന്റ് എഫ് ഓഫ് എ. ഈ ഹൈറ്റിനെയാണ് എഫ് ഓഫ് എ വിളിക്കുന്നത്. സിമിലർലി ഈ പോയിന്റ് ബി ആയതുകൊണ്ട് ദിസ് ഈസ് ബി എഫ് ഓഫ് ബി. അപ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് ദിസ്. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൽ ഈസ് എ നമ്പർ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്ക് ഇടയിലുള്ള ഒരു നമ്പറാണ് എൽ. അപ്പൊ നമുക്ക് ഈ ഫിഗറിലുള്ള പോലെ ഇയാളെ തന്നെ എൽ ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സി എന്ന് പറയുന്ന നമ്പർ ആയിരിക്കണം തന്നിരിക്കുന്ന ഇന്റർവെലിനകത്ത്, സച്ച് ദാറ്റ് എഫ് ഓഫ് സിയുടെ വാല്യൂ ആയിരിക്കണം എന്ത്? എൽ എന്ന് പറയുന്നത്. അത് കിട്ടാൻ ഒരു പണിയില്ല. ഈ എല്ലിനെ നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എവിടെയെങ്കിലും പോയിട്ട് ആ ഗ്രാഫിനെ മീറ്റ് ചെയ്തോളും. കാരണം ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ആ പോയിന്റ് നേരെ താഴത്തേക്ക് വേർട്ടിക്കൽ ആയിട്ട് വരച്ചാൽ യു വിൽ ഗെറ്റ് എ സി. ആ സി ഉറപ്പായിട്ട് എവിടെ കിടക്കുന്നത്? എക്കും ബിക്കും ഇടയിലാണ്. സോ യു ഗോട്ട് എ സി ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സിയുടെ വാല്യൂ എന്താ? ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത്? സി എഫ് ഓഫ് സി അല്ലെ? എഫ് ഓഫ് സിയുടെ വാല്യൂ എന്താ? എൽ ആണ്. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷന് മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നം വന്നിരുന്നു. ഇത് എ എന്ന് പറയുന്ന പോയിന്റും ഇത് ബി എന്ന് പറയുന്ന പോയിന്റും ആയിരിക്കുക. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലായിരുന്നു വിചാരിക്കുക. അതായത് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ചെയ്യാൻ നിർബന്ധമില്ല. ബിക്കോസ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എ അല്ലെ? ഈ ഹൈറ്റ് ആണ് എഫ് ഓഫ് എ, ഈ ഹൈറ്റ് ആണ് എഫ് ഓഫ് ബി. സോ ഇഫ് ഐ ആം ടേക്കിംഗ് ഈ നമ്പർ, ഈ പർട്ടിക്കുലർ നമ്പർ എൽ, ഈ എൽ എടുത്താൽ എല്ലിനെ ഹൊറിസോണ്ടലി വരച്ചാൽ ഇറ്റ് വിൽ നോട്ട് ഇന്റർസെക്ട് ദ കർവ്. അപ്പൊ അങ്ങനെ ഇന്റർസെക്ട് ചെയ്തിട്ട് ഒരു സി താഴേക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ യു കനോട്ട് ഫൈൻഡ് എ സി ഇൻ ബിറ്റ്വീൻ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എൽ. ഇങ്ങനെ ഒരാളെ കിട്ടാൻ പോകുന്നില്ല. കാരണം അവിടെ കണ്ടിന്യൂറ്റി അല്ല, ഗ്രാഫിനെ ടച്ച് ചെയ്തില്ല. നേരെ മറിച്ച് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിലോ, കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സി ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു ഇൻ ബിറ്റ്വീൻ എ ബി. അപ്പൊ അതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റൈൻസ് ഓൾ വാല്യൂസ് ബിറ്റ്വീൻ എനി ടു ഓഫ് ഇറ്റ്സ് വാല്യൂ. നിങ്ങൾ ഏത് രണ്ട് വാല്യൂ എടുത്താലും, അതായത് ദിസ് ഈസ് എഫ് ഓഫ് എക്സ് വൺ എടുക്കാം ആൻഡ് ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കാം. ഏത് രണ്ട് വാല്യൂ എടുത്താലും അതിനിടയിൽ ഉള്ള എല്ലാ വാല്യൂസിനെയും, ഇതിനെ ഞാൻ ഒരു എം എടുക്കാം, ഈ ഒരു പോയിന്റ് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് you will get a C1, okay, such that f of C1 equal to that value m. അപ്പോൾ ഇതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. And using that we can do one problem. Show that the function x square minus x minus 1 equal to 1 by x plus 1 has a solution for 1 less than x less than 2. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ് കൊടുത്താൽ ഇത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരണം, ശരിയല്ലേ? എക്സിന് ഞാൻ 1 കൊടുത്താൽ ഇവിടെ ഒരു വാല്യൂ കിട്ടും, എക്സിന് 1 കൊടുത്താൽ ഇവിടെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആണെങ്കിലാണ് നമ്മൾ ആ എക്സിനെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരാ? എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ 0 കിട്ടുകയാണെങ്കിൽ, ഇഫ് ഐ ആം ഗെറ്റിംഗ് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 1 കൊടുത്താൽ 0 കിട്ടുകയാണെങ്കിൽ ഐ കോൾ 1 ആസ് ദി സൊല്യൂഷൻ. ഓക്കെ, എഫ് ഓഫ് 2 ആണ് 0 എങ്കിൽ ഐ കോൾ 2 ആസ് ദി സൊല്യൂഷൻ. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് എൻഡ് പോയിന്റ് 1ന്റെ എഫ് വാല്യൂ കാണാം. ദാറ്റ് ഈസ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ മൈനസ് 1 മൈനസ് 1 മൈനസ് 1 ബൈ 1 പ്ലസ് 1. So this will give you minus 3 by 2. And f of right hand point 2 is 2 square minus 2 minus 1 minus 1 by 2 plus 1. After simplification, this will be 2 by 3. So f of 1 എന്ന് പറയുന്നത് minus 3 by 2 ആണ്. f of 2 എന്ന് പറയുന്നത് 2 by 3 ആണ്. ഇനി നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു -1. -1 കൊടുത്താലാണ് നമ്മുടെ ഡിനോമിനേറ്റർ 0. സോ x ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ -1 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല, അല്ലെ? -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നത്
നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല് 1 to 2 ആണ്. ഓപ്പൺ ഇന്റർവെൽ 1 to 2 ആണ്. സോ ഉറപ്പായിട്ടും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ 1 to. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് തിയറം പ്രകാരം എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിൽ കിടക്കുന്ന ഒരു നമ്പർ ആണ് 0. എന്തുകൊണ്ടാ? എഫ് ഓഫ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദിസ് ഈസ് നെഗറ്റീവ്. ആൻഡ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയ്ക്കുള്ള നമ്പർ ആണ് 0. സോ ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം there exists a number c in the interval a b. ആ ഇന്റർവെൽ എന്ന് പറയുന്നത് 1 to ആണ്. there exists a number c in 1 to such that f of c equal to that number l. l നമ്മൾ 0 ആയിട്ട് എടുത്തിരിക്കണം അല്ലെ. ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി എന്ന് പറയുന്ന നമ്പർ ആണ് നമ്മൾ l എടുത്തത്. ദാറ്റ് ഈസ് 0. So there exists a c in between ab or in the open interval 1 to such that f of c 0. f of c 0 ആവണ ഒരു c എക്സിസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് ദിസ് ഹാസ് എ സൊല്യൂഷൻ എന്നാ പറയുന്നത്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഓപ്പൺ ഇന്റർവെൽ 1 2 ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്.